എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുന്നുണ്ട്. ഒരു ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതിലേക്ക് ഒരിക്കൽ കൂടി തത്സമയം. പ്രധാനമായ തീരുമാനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെൻറ്റ് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് നിലപാട് പറഞ്ഞല്ലോ. ഗവൺമെൻറ് നിലപാടെന്താ? NSS മാനേജ്മെൻറ്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. ആ നിലപാട് കോടതിയെ അറിയിക്കും. 16-ാം തീയതി പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയിക്കും. ഇത് വീണ്ടും ഇതിൽ പറയുന്നത് ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ സർക്കാർ ഈ നിലപാട് കോടതിയെ അറിയിക്കും. ഒന്നുകൂടെ വായിക്കാം ഞാൻ. അല്ലല്ല, നമ്മളിപ്പോൾ ഇത് കുറേ കേസുണ്ടല്ലോ, SLP അങ്ങനെയൊക്കെ കുറേ കേസുകളുണ്ട്. ആ കേസെല്ലാം കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16-ാം തീയതി ഒരു പോസ്റ്റിംഗ് ഉണ്ട്. പോസ്റ്റിംഗ് ഉള്ളപ്പോൾ ഗവൺമെൻറ് നിലപാടോടെ പറയണമല്ലോ. ഗവൺമെൻറ് നിലപാട് എല്ലാ മാനേജ്മെൻറ്റിനും NSSന് കിട്ടിയ പോലുള്ള ആനുകൂല്യം കിട്ടുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. ഗവൺമെൻറ് നിലപാട് അവിടെ പറയും. മറ്റ് ചില കേസുകളാണെങ്കിൽ കേസ് വീണ്ടും വാദിച്ച് തീർക്കേണ്ട കേസുകളുണ്ട്. അതെ മാറ്റി ഇത് അങ്ങനെ തീരുമാനം വന്നാൽ മാറ്റി ഇറക്കും. അത്രേ പറ്റുള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലേ നടക്കുള്ളൂ. അത്രേ അടക്കുള്ളൂ. കോടതി അറിയിച്ച് കോടതി ആരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് പറയണ്ടേ? നിങ്ങൾ ഈ കൊച്ചു കുട്ടികളൊക്കെ ആദ്യം നമ്മളെടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ഈ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്നതായിരുന്നു ശക്തമായി സർക്കാർ എടുത്തത്. ഇതിപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ കീഴ്പ്പെട്ടു. അങ്ങനെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ടൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു NSSൻ്റെ ഒരു വിധി വന്നു. ആ വിധി വന്നതിന് ഞാൻ കേസിൻ്റെ ചരിത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി, അങ്ങനെയുള്ള കുറേ കേസുകൾ പിന്നെ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികൾ പിന്നെ അധ്യാപകരൊക്കെ തന്നെ കൊടുക്കുന്നത് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ NSS മാത്രമാണ് ഇങ്ങനെ പിന്നെ ഒരു വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയത്. അപ്പോൾ NSSന് അനുകൂലമായിട്ട് ഒരു വിധി കിട്ടിയപ്പോൾ പിന്നെ അതിൽ എല്ലാ പേർക്കും എല്ലാ മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്നുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അത് ആലോചിച്ചു. എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ന്യായമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതല്ലാതെ പ്രത്യേക ആരെയും പ്രോത്സാഹിപ്പിച്ച കാര്യമില്ല. അത് തുടരും. ഇപ്പം ജില്ലാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, സംസ്ഥാന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ രണ്ട് സമിതികളും ഈ പിന്നെ നിയമനം വേഗതയിലാക്കുന്നതിന് വേണ്ടിയാണ്. സർക്കാർ മുമ്പേ പറഞ്ഞൊരു നിലപാട് 5000-ഓളം ഒഴിവുകളുണ്ട്, പക്ഷേ സ്കൂൾ മാനേജ്മെന്റുകൾ ഇതുവരെ 1500 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്രായോഗികമായ പരിഹാരം വരും? പ്രായോഗികമായ പരിഹാരം ഇങ്ങനെയൊക്കെ നടക്കാൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെ പ്രായോഗികമായ പരിഹാരം നടത്താൻ പറ്റുള്ളൂ. വേറെ ഒന്നും നടത്താൻ പറ്റില്ല. അത് തീരുമാനിച്ചിട്ടില്ല. അതായത് കോടതിയിൽ കഴിഞ്ഞ ശേഷം നമുക്ക് ആലോചിക്കാം. 16-ാം തീയതി അല്ലേ കോടതി വെച്ചേക്കുന്നത്? വലിയ മാനേജ്മെന്റുകളല്ലാതെ ഈ ഇൻഡിവിജ്വൽ മാനേജ്മെന്റുകൾ ചില പ്രയാസങ്ങൾ നിയമനത്തിൽ ചില പ്രയാസങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് LP മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു യൂണിറ്റായി പരിഗണിക്കുന്നത്
ഭിന്നശേഷി നിയമനം നടത്താൻ. അപ്പൊ അത്തരം ഇളവ് കൂടി നമ്മൾ കോടതിയിൽ ആവശ്യപ്പെടും. സിംഗിൾ മാനേജ്മെന്റ് അതെന്താണ്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിയമനത്തിൽ ഒന്നും നമുക്ക് കൈകടത്താനുള്ള അവകാശമൊന്നുമില്ല. സിംഗിൾ മാനേജ്മെൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങളുണ്ട് അവർക്ക്. പ്രയാസം എന്ന് പറഞ്ഞാൽ പറയുന്നത് പ്രയാസമൊന്നുമില്ല. അവർ സുപ്രീം കോടതിയിലൊക്കെ പോകാനുള്ള പ്രയാസമുണ്ട്. പക്ഷേ എന്നതുകൊണ്ട് പിന്നെ ഭിന്നശേഷി നിയമനം അവർക്ക് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അത് നടപ്പിലാക്കിയല്ലേ പറ്റൂ. അതിപ്പം സിംഗിൾ മാനേജ്മെൻറ്റിന് ഒരു പിന്നെ ഭിന്നശേഷി നിയമം വലിയ മാനേജ്മെൻറ്റിന് ഒരു ഭിന്നശേഷി നിയമമൊന്നുമില്ല. എല്ലാവരും ഒറ്റ നിയമമേ ഉള്ളൂ. സമാനമായ സൊസൈറ്റികൾക്കും ഇത് ബാധകമാണ് എന്നുള്ളത്. പക്ഷേ സർക്കാർ പറയുന്നത് ഇത് NSS മാത്രമാണ് ബാധകം എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതിന് സമാനമായിട്ടൊരു ലീഗൽ അഡ്വൈസ് വാങ്ങിക്കുന്നു. അത് മറ്റുള്ള മാനേജ്മെൻറ്റുകളെ വെക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഒരു വസ്തുതയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുറത്തുനിന്നുള്ള ഇതിൻ്റെ ഈ വിഷയത്തിൽ തൽപരരായിട്ടുള്ള ആൾക്കാർ പറയുന്ന നിയമോപദേശമല്ല കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് നിയമോപദേശം തരുന്നതിന് വേണ്ടിയുള്ള കോമ്പറ്റന്റ് അതോറിറ്റി ഉണ്ട്. അവർ പറയുന്ന നിയമോപദേശമാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. ആ നിയമോപദേശത്തിൽ എന്തെങ്കിലും പിന്നെ പെശകുണ്ടെങ്കിൽ അവർക്ക് പിന്നെ കോടതി സമീപിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നത യോഗങ്ങളെ ഈ ഭിന്നശേഷികളുടെ രജിസ്ട്രേഷൻ കൂട്ടാനും നിയമനത്തിനും ശ്രമിച്ചിരുന്നല്ലോ. അതിനുശേഷം രജിസ്ട്രേഷൻ മറ്റു നടപടികളുടെ കാര്യത്തിലായിരുന്നു കുറച്ച് വന്നിട്ടുണ്ട്. നിലവിലെ ഏഴ് സ്കൂളുകളുടെ മാനേജ്മെൻറ്റുകളുടെ ആകെ എണ്ണം വെച്ചാൽ 4999. ഭിന്നശേഷി നിയമനത്തിനായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മാനേജ്മെൻറ്റുകളുടെ എണ്ണം 1329. സംസ്ഥാനത്തെ 7 സ്കൂളുകൾ നാളിതുവരെ നിയമനം നൽകിയ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണം 1503. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നിയമനം നൽകിയവരുടെ ഭിന്നശേഷിക്കാരുടെ എണ്ണം 1109. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന മാനേജ്മെൻറ്റുകളുടെ എണ്ണം 3670. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന ഭിന്നശേഷിക്കാരുടെ നിയമനത്തിനായുള്ള ഒഴിവുകളുടെ ആകെ എണ്ണം 5129. ഭിന്നശേഷി നിയമനത്തിന് വേണ്ടി രൂപീകരിച്ച സമിതിയിൽ ഓരോ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ കണക്ക് 1332. ഈ കണക്കും പൂർണ്ണമല്ല, അപൂർണമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.